കാസർഗോഡ് കുമ്പളയിൽ വൈദ്യുതിയില്ല. KCB ഓഫീസ് ഇപ്പോൾ നാട്ടുകാർ ഉപരോധിക്കുകയാണ്. 24 മണിക്കൂറായി വൈദ്യുതി ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാരുടെ ഉപരോധം. നമുക്ക് ആദ്യം ആ ദൃശ്യത്തിലേക്ക് ഒന്ന് പോകാം. അരുൺ പാറക്കൽ ടെലിഫോൺ ലൈനിൽ ചേർന്നു. കാസർഗോഡ് നിന്ന് അരുൺ, ശരിക്കും കുറച്ചു നേരമായ ഉപരോധം തുടങ്ങിയിട്ട് എന്താണ് KCB ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഇക്കാര്യത്തിൽ? ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ കുമ്പള പ്രദേശത്ത്, കുമ്പള നായ്ക്കാപ്പ് പ്രദേശങ്ങളിലൊക്കെ, സീതാങ്കോളി പ്രദേശങ്ങളിലൊക്കെ തന്നെ കറണ്ട് പോയിരുന്നു. ഇന്നലെ അതിശക്തമായ ഇടിമിന്നൽ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. രാത്രി നല്ല മഴയും പെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വൈദ്യുതി ബന്ധത്തിന് തകരാർ സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പരാതി പറയുന്നുണ്ട്. പക്ഷേ പരിഹാരം ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ന് പകൽ മുഴുവൻ വൈദ്യുതി ഇല്ലാതെ വീടുകളിൽ കഴിഞ്ഞു. എന്നിട്ടും ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വൈകിട്ട് രാത്രി 8 മണിയോടുകൂടിയാണ് ഇന്നിപ്പോൾ കുമ്പള KCB ഓഫീസിന് മുന്നിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചത്. വലിയ പോലീസ് സന്നാഹം ആ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. KCB ഉദ്യോഗസ്ഥർക്കും കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് വൈദ്യുതി ബന്ധം, അതായത് വൈദ്യുതി ലൈനിലുണ്ടായ തകരാറാണ്. ആ തകരാർ പരിഹരിക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് KCB ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമാണോ അതോ ഇതൊരു ഒറ്റപ്പെട്ട കേസാണോ ഇപ്പോൾ ഈ കുമ്പളയിൽ വൈദ്യുതി പോയത്? കാസർഗോഡ് ജില്ലയിൽ വൈദ്യുതി, അതായത് ഈ വൈദ്യുതി ബന്ധത്തിന് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്നാണ് പ്രധാനമായും കാസർഗോഡ് ജില്ലയുടെ ഈ കാസർഗോഡ് താലൂക്ക് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത്. ഉടുപ്പി കരിന്തളം പവർ ഹൈവേ അത് പൂർത്തിയായാൽ മാത്രമായിരിക്കും കാസർഗോഡ് ജില്ലയ്ക്ക് ഈ വൈദ്യുതി ക്ഷാമത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവും. അതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഈ ലൈനിനൊക്കെ തകരാർ സംഭവിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്. എന്തായാലും കുമ്പള പ്രദേശത്ത് ഇപ്പോൾ ഇന്നലെ 24 മണിക്കൂറായി വൈദ്യുതി ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേ നായ്ക്കാപ്പ് ഭാഗമുണ്ട്, സീതാങ്കോളിയുണ്ട്, കുമ്പള ടൗൺ ഉണ്ട്. ആ പ്രദേശങ്ങളിലൊന്നും തന്നെ വൈദ്യുതി ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. KCB ഓഫീസിന് മുന്നിലാണ് നാട്ടുകാർ ഉപരോധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉപരോധത്തിനായി എത്തിയിട്ടുണ്ട്. പോലീസ് അവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അവരെ സമവായത്തിലെത്തിച്ച് തിരിച്ച് വീടുകളിലേക്ക് വിടാനുള്ളൊരു നീക്കം പോലീസും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ ഇതുവരെയും ഒരു അനുനയ നീക്കത്തിന് തയ്യാറാവുന്നില്ല. വൈദ്യുതി പുനഃസ്ഥാപിച്ചതിന് ശേഷമായിരിക്കും വീടുകളിലേക്ക് പോകുകയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.